ടീച്ചറെ എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാ വരാ? ആ അതൊരു 2 ദിവസം കഴിഞ്ഞാ വരും. ടീച്ചറെ നല്ലോണം ശ്രദ്ധിച്ചോണേ, നല്ല കുസൃതിയാ. അതെനിക്കറിയാലോ, നല്ല കുസൃതിയാന്ന്. പോരാത്തതിന് ഈ ക്യാമ്പിങ്ങിന് മായ മാഡം വരുന്നുണ്ടാ പറഞ്ഞേ. മായ മാഡമോ? ആ അതെ, മായ മാഡം മീൻസ് ആ മറ്റേ എപ്പോഴും കറുപ്പ് ഡ്രസ്സ് ധരിക്കുന്ന ആ സ്ത്രീയോ? എന്തോ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ സ്ത്രീയോ? ആ അതെ, ബിസിനസ് മാത്രമല്ല, നമ്മുടെ സ്കൂൾ പണിതതും ആ മാഡത്തിന്റെ കാശുകൊണ്ടാ. അതായത് ആ മാഡത്തിന്റെ ചേച്ചിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ മാഡം. പ്രിൻസിപ്പൽ മാഡത്തിന്റെ അനിയത്തിയായിരുന്നോ മായ? ഇതെന്തുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞില്ല? ഇവിടെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ അറിയാലോ. ഈയിടെയായിട്ട് മായ മാഡം സ്കൂളിലേക്ക് ഇടയ്ക്കിടെ വരാറുണ്ട്. ഓ, അപ്പൊ മായ മാഡം ഈ സ്കൂളിന്റെ ഒരു ഭാഗമായിരുന്നു. മായ മാഡം ഉണ്ടോ? അതെ. എന്തേ പാറു, നീ ഇങ്ങോട്ട് വന്നേ. പാറു, മായ മാഡം ഇവിടുത്തെ പ്രിൻസിപ്പലിന്റെ അനിയത്തിയായിരുന്നോ? അമ്മേ അതെ. നീ എന്താ എന്നോടത് പറയാതിരുന്നത്? അത് പിന്നെ അമ്മേ ഒന്നുമില്ല. അവരല്ലേ നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് ആ ഡ്രസ്സ് തന്നത്? നിനക്ക് എന്നിട്ട് അന്ന് ഫുൾ ആയിട്ട് ചൊറിഞ്ഞില്ലേ? അത് അവർക്ക് എന്നോട് ദേഷ്യം ഉള്ളതുകൊണ്ടല്ലേ. നീ ആയിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ. അവരെന്നെ ഒന്ന് തടിയെന്ന് കരുതി നീ അവരോട് അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാൻ പാടുണ്ടായിരുന്നോ? ഇപ്പൊ ആ മായ മാഡം ക്യാമ്പിലുണ്ട്. ഇനി അവര് നിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. അതെനിക്ക് അറിയില്ലായിരുന്നമ്മേ. നീ പോണ്ട അമ്മ, അങ്ങനെ പറയരുതമ്മേ. അവർക്ക് പോകുമ്പോ ഞാൻ ഇങ്ങനെ പോവാതിരിക്കുക. മായ മാഡം ഒന്നും ചെയ്യത്തില്ല. ഇത്രയും കാലം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചത്. എന്നിട്ട് മായ മാഡം എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തോ? അവർ നിനക്ക് അങ്ങനെ ചൊറിവുള്ള ഡ്രസ്സ് തരാന്നുണ്ടെങ്കിൽ അവർ എത്രയും ക്രൂരയാവണം. വേണ്ട മോളെ, നീ പോണ്ട. വേണ്ടമ്മേ, അവർക്ക് അമ്മയോടെ ദേഷ്യം, ഞങ്ങളോടെന്താ? അമ്മയില്ല അവർക്ക് കേക്ക് സമയത്തിന് കൊടുക്കാതിരുന്നേ. അതെ, അതുകൊണ്ടാണ് അവരെ തല്ലിയത്. പിന്നെന്തിനാ അവരെ തല്ലിയതിന് നിങ്ങൾ അവരെ വെല്ലുവിളിച്ചത്? അമ്മ അത് പിന്നെ അമ്മേ, ക്യാമ്പിന് വിടില്ലെന്ന് മാത്രം പറയില്ലേ, വേറെ എന്ത് പറഞ്ഞാൽ ഞാൻ കേട്ടോളാം. പൊന്നമ്മയല്ലേ, ക്യാമ്പിന് വിടില്ലെന്ന് പറയില്ലേ. എനിക്ക് ക്യാമ്പിന് പോകണം അമ്മേ. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. നീ എങ്ങനെ പോവാനാ? അവർ നിന്നെ ഉപദ്രവിച്ചാലോ? എന്നെ എന്ന് ഉപദ്രവിക്കാനമ്മേ? ഇത് സീരിയൽ സിനിമയൊന്നുമല്ല. അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. മോളെ, എനിക്ക് പേടിയാവുന്നു മോളെ. ഇല്ല അമ്മേ, ഒന്നും ഉണ്ടാവില്ല. ഞാൻ വന്ന് പോയിക്കേ. അതെ, പോവാനുള്ള വണ്ടി വന്നേക്കുന്നു. എടി, നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? അതൊന്നുമില്ല. അതന്ന് പാറുവിന് ഡ്രസ്സ് കൊടുത്തില്ലേ ഒരു മായ മാഡം? ആ അതെ, അവരും ടൂറിനുണ്ടെന്നല്ലേ കേട്ടത്. ഓ, ക്യാമ്പിനുണ്ടെന്ന്. ആ അതെ, എനിക്കെന്തോ ഒരു ഭയം. അവരിനി മക്കളെ എന്തേലും. ഓ, ആ ഡ്രസ്സൊക്കെ വില കൂടിയതല്ലേ, അതിന്റെ അലർജി വല്ലതും ആയിരിക്കും മോക്ക്. അല്ലാതെ അവരങ്ങനെയൊന്നും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. നീ പേടിക്കണ്ട, നീ വന്നി നമുക്ക് പോവാം. അവരിതെല്ലാവരും ബസ്സിൽ കയറി. എന്നാലും എന്റെ സൈനു വേണ്ട, നീ അങ്ങോട്ട് നടക്ക്. നമ്മുടെ ടെൻഡല്ലേ അവർക്കായി അടിപൊളി. അതെ, അത് പറയാനുണ്ടോ? എന്റെ ഐഡിയ ഇല്ല ഇതൊക്കെ. എടി നോക്കടി, നിന്റെ ആന്റി എന്തിനാ വന്നേ? അവർക്ക് എന്ത് പണി കൊടുക്കാനാ? അത് ആന്റിക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ടെന്റ് അടിപൊളിയായിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ പാറുസ് ടെന്റ്. അതെ, അതിന് നീ പാറുന്ന ടെന്റ് കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാണാൻ പോവാൻ നമുക്ക്. ആദ്യം നമുക്ക് നമ്മുടെ ടെന്റ് റെഡി ആക്കി എടുക്കാം. പക്ഷെ നിന്റെ ആന്റി എന്തിനാ വന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആന്റിക്ക് എന്തായാലും ഇത്ര ദേഷ്യം നിനക്കുണ്ട്. അത് പിന്നെ നമുക്ക് രണ്ടുപേർക്ക് അവരുടെ അസൂയുള്ളതുകൊണ്ടാവാം. ഏയ്, അങ്ങനെ പറയരുത്. നമുക്ക് അവരുടെ അടുത്തൊരു അസൂയയില്ല. അവർ നമ്മളെ വെറുതെ ചൊറാൻ വന്നോണ്ടാ. പിന്നെ ആന്റിക്ക് അവരുമായി എന്തോ പേഴ്സണൽ പ്രശ്നമുണ്ട്. അതെന്താന്ന് വെച്ചാ എന്തായിരുന്നു അത്? ആ, അവരുടെ മമ്മയെ ആന്റി തല്ലിയത്രേ. അതിന് അവര് ആന്റിയുമായി വഴക്കടിച്ചത്രേ. ആന്റിയുടെ നിലവാരത്തേക്ക് അളക്കാന്നൊക്കെ പറഞ്ഞു വന്ന് എന്തൊക്കെയോ ഫിലോസഫി അടിച്ചെടുത്തേ ആന്റിന്റെ അടുത്ത്. അത് ആന്റിക്ക് ഇഷ്ടമായില്ല. അന്നോട്ട് ആന്റിക്ക് അവര് ഭയങ്കര വെറുപ്പാ. ഇപ്പൊ ആ വെറുപ്പ് വലുതായി കുറച്ച് വലിയ വെറുപ്പായിട്ടുണ്ട്. സീരിയൽ കഥ പോലെ ഉണ്ട് കേൾക്കാനായിട്ട്. എന്തായാലും അവർക്ക് എന്തായാലും എനിക്കൊരു തിരക്കടുമില്ല. നിങ്ങൾ ടെന്റൊക്കെ കെട്ടിയോ? ആ കെട്ടി. അതിന് അല്ലേ, നല്ല രസമുണ്ട് പറയായിരുന്നു. കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, കാര്യം പറഞ്ഞതാ. നിങ്ങളോട് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കളിയാക്കലാണല്ലോ എന്റെ പഠിച്ചോനെ. ഓ, നീ ഞങ്ങൾക്ക് വേണ്ടി നല്ലതൊന്നും പറയാൻ പോകുന്നില്ല, എനിക്കറിയാം. അതുകൊണ്ട് നീ കളിയാക്കിയതാ. എനിക്ക് നന്നായിട്ട് അറിയാൻ കാര്യം. കളിയാക്കിയതല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആ മായാമേടം ഉണ്ടല്ലോ, അവിടെ ഉണ്ട് തീ കത്തിക്കുന്നു. അതിന് മായ മാഡത്തിന് ടെന്റ് ആണെങ്കിൽ ഭയങ്കര ഹൈടെക് ടെന്റ് ആണേ. പക്ഷെ മായ മാഡത്തിന് തീ കത്തിക്കാൻ അറിയത്തില്ല. മായ മാഡം അടുക്കള കയറാനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്താ നീ പറയുന്നേ? എന്താ നിനക്ക് വട്ടാണോ? അതെ, ഓരോ പിച്ചിമായി വന്ന് ഇവിടെ വന്ന് പറയുന്നു. എന്റെ ആന്റിയെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ നീ സംസാരിക്കുന്നത്? ആക്ച്വലി നിന്റെ അടുത്ത് ഞാൻ കുറച്ചും കൂടി റെസ്പെക്ട് പ്രതീക്ഷിച്ചു. ആക്ച്വലി ഞങ്ങൾ വളരെയധികം പൈസയുള്ളവരാണ് നിങ്ങളെക്കാളും. പക്ഷെ നിങ്ങൾ അത്ര അഹങ്കാരം ഞങ്ങൾക്കില്ല. അതേച്ച് വളഞ്ഞു മൂക്കുടിക്കണ്ട. എനിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്. എനിക്കെന്താ അഹങ്കാരം? ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പൈസയുടെ ഹുങ്ക് കാണിച്ചിട്ടുണ്ടോ? ടെൽ മീ. അതെ, എപ്പോഴും അവള് നിങ്ങളുമായി കമ്പനി ആവാനല്ലേ നോക്കാറുള്ളൂ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഇപ്പൊ ആർക്കും ഒന്നും മനസ്സിലാവണില്ലല്ലോ റബ്ബേ. പേടിയാവുന്നുണ്ട് സൈനുത്ത. അവരെന്റെ മക്കളെ എന്തെങ്കിലും ചെയ്യുമോ? ഒരു മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയാ. നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ അവര് കരിങ്കല്ലെന്നാ വിളിക്കല്. ഈ ചന്ദ്രനെ എങ്ങനെ പേടിക്കണേ? നമ്മളെ മക്കളെ നമ്മക്കറിയില്ലേ. അവർക്ക് എന്ത് നേരിടാനുള്ള ശക്തി പഠിച്ചവും കൊടുത്തോളൂ. എന്താ അമ്മേ, എന്താ പ്രശ്നം? അവൻ വന്നപ്പോ മുതൽ സാഡാണല്ലോ. എന്താ സൈനുത്ത പ്രശ്നം? മോളെ, അന്നോട് പറയാന് അന്റെ അമ്മക്ക് ഭയങ്കര പേടി. എന്തിന്?
എന്റെ മോളെ ആ മായ മാഡം ഉണ്ടല്ലോ, അത് അവരുടെ സ്കൂളത്തെ പ്രിൻസിപ്പൾ അങ്ങനെന്തോ അല്ലേ? ആ അതെനിക്കറിയാലോ. ആ അവരുണ്ട് ഇത്ര ക്യാമ്പിന്. അത് കേട്ടേ മുതൽക്ക് എന്റെ അമ്മക്ക് വേറെ ഒരു ടെൻഷൻ. അതെന്താ അമ്മേ അമ്മയ്ക്ക് ടെൻഷൻ? അവരിനി മക്കളെ എന്തേലും ചെയ്യോ? എന്റെ അമ്മേ അങ്ങനെയൊക്കെ ചെയ്യോ ആരെങ്കിലും? ഇത് സിനിമ സീരിയൽ ഒന്നല്ല, ജീവിതമല്ലേ. അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അമ്മയ്ക്ക് വട്ട. അതല്ല അമ്മേ, ഞാനൊരു കളവ് കണ്ടുപിടിച്ചു. ഞാനേ അവരുടെ കള്ളക്കളി ഞാൻ പൊളിച്ചു അമ്മേ. എന്ത് കള്ളക്കളി? കുട്ടികളെ കുറിച്ച് അനാവശ്യം പറയരുത്. അവരിപ്പോ ഇവിടെ ഇല്ല എന്ന് കരുതി അവരെ കുറിച്ച് അനാവശ്യം പറയാനാണോ? എന്താ മോളെ പ്രശ്നം പറയേ. എന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ടെൻഷനില്ല ആ മായാ മാഡത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്. മായാ മാഡത്തിന്റെ ഓളോടല്ലേ ദേഷ്യം, അല്ലാതെ പാറുവിനോടല്ലല്ലോ. എന്നോടുള്ള ദേഷ്യം ഓളൊരിക്കലും കുട്ടികളോട് തീർക്കൂല. എനിക്കറിയില്ല എന്റെ മക്കള്. അതല്ലമ്മേ, ഞാൻ അവരുടെ ഒരു കള്ളത്തിന് പൊക്കി. അതൊന്ന് കേക്ക്. അവര് ആണ് കള്ളന്മാരാ. 3 പേരും കൂടി ഒത്തു കളിച്ചിട്ടാ ടൂറിന് പോയത്. അല്ല എന്താ ക്യാമ്പിന് പോയത്. എന്തൊത്തു കളിച്ചിട്ട്? നീ ഒന്നും മിണ്ടാതിരുന്നേ. അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞു തരാൻ എന്താ ഉണ്ടായെന്ന്.